പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് വിനായക് ദാമോദർ സവർക്കർ. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട 27 വർഷക്കാലം, കൊടുമ്പിരി കൊണ്ട നാളുകളിൽ 27 വർഷക്കാലം ഈ രാഷ്ട്രത്തിന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിത്വമാണ് VD സവർക്കർ എന്ന് പറയുന്നത്. 27 വർഷമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഒരു മനുഷ്യായുസ്സിൽ ഒരുപക്ഷെ 60 വയസ്സ് വരെയൊക്കെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് ദൈവത്തിൻ്റെ കൈകളിലാണ്. പക്ഷേ VD സവർക്കർ തൻ്റെ ജീവിതത്തിലെ 27 വർഷക്കാലം ഈ രാഷ്ട്രത്തിന് വേണ്ടി ജയിലിൽ അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിത്വമാണ്. എന്തായാലും സവർക്കർ ഭാരതത്തിലെ വിപ്ലവകാരികൾക്ക് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം നൽകിയ വ്യക്തിത്വമാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് VD സവർക്കർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രൈസ് കൊടുക്കുകയാണ് HRDS പോലെയുള്ള സംഘടന. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. നൂറുകണക്കിന് വീരപുത്രന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഭാരതം. ആ പട്ടികയിലെ ജ്വലിക്കുന്ന നക്ഷത്രമാണ് വിനായക ദാമോദർ സവർക്കർ. രാഷ്ട്രീയ വൈരികൾ മൂടിവെച്ച സവർക്കറുടെ യഥാർത്ഥ ചരിത്രം ഈ അമൃതകാലത്ത് വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ്. ഇതിൻ്റെ ഭാഗമാകുകയാണ് സവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിലൂടെ HRDSഉം. It is not stupid, Mr. Barry. It is not stupid, Mr. Barry. It is the spirit of our heart which makes us survive over your hard labor and torture. God damn it, I couldn't care less. I don't want to hear it anymore on this island. I am sorry, Mr. Barry. You will have to. Bharat Mata ki Jai! Bharat Mata ki Jai! Bharat Mata ki ഈ കണ്ടതാണ് വീരവിനായക ദാമോദര സവർക്കർ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച വിപ്ലവകാരികളുടെ രാജകുമാരൻ. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്നും ഭാരതമാകെ വീശിയടിച്ച ദേശസ്നേഹത്തിന്റെ കൊടുങ്കാറ്റ്. സവർക്കറുടെ ദേശസ്നേഹത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ തുടങ്ങുന്നതാണ്. അത് ഒടുവിൽ അവസാനിച്ചതാകട്ടെ ഇരട്ട ജീവപര്യന്തവുമായി ബ്രിട്ടീഷ് ക്രൂരതയ്ക്ക് പേരുകേട്ട ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലും. കൊടിയ മർദ്ദനത്തിലൂടെയും കന്നുകാലികൾക്ക് പകരം കലപ്പയിൽ കെട്ടി ചക്കിൽ എണ്ണയാട്ടലിന് വിധേയനാക്കിയും ഏകാന്ത തടവിലിട്ടും സവർക്കറുടെ ഉള്ളിലെ വിപ്ലവ തീയെ കെടുത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം നന്നേ പരിശ്രമിച്ചു. എന്നാൽ സവർക്കർ എന്ന പേര് ധൈര്യം, വീര്യം, ദേശസ്നേഹം എന്നിവയുടെ പര്യായമാണെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം വൈകാതെ തിരിച്ചറിഞ്ഞു. कौन देखना चाहता है राम लखन की लाश? हम सब. तुम देखना चाहते हो? हाँ. അമേരിക്കയുടെ 30ാം പ്രസിഡന്റായിരുന്ന ക്വാലിൻ കൂളിഡ്ജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ വീരന്മാരെ മറക്കുന്ന ഒരു രാഷ്ട്രം ഉടൻ തന്നെ മറവിയിലേക്ക് എടുത്തെറിയപ്പെടും എന്ന്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നാം ആ തെറ്റ് ചെയ്തവരാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട വീര സവർക്കർ ഉൾപ്പെടെയുള്ള അനവധി പോരാളികളെ നാം മറന്നു. ബ്രിട്ടീഷുകാരൻ ശിപായി ലഹള എന്ന് വിളിച്ച പോരാട്ടത്തിന് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പേരിട്ടത് വീരവിനായക ദാമോദര സവർക്കറാണ്. സ്വാതന്ത്ര്യാനന്തരം ആഭ്യന്തര കലഹങ്ങളും അനിശ്ചിതത്വവും കൊടികുത്തി വാഴവേ ഹിന്ദുക്കളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ച് ഒരു ശാശ്വതമായ ആശയം നൽകിയതും വീര സവർക്കറാണ്. ഭഗത് സിംഗ്, RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി നൂറുകണക്കിന് ദേശസ്നേഹികളിൽ സ്വാതന്ത്ര്യദാഹത്തിന്റെ തീ പടർത്തിയ ധീരൻ കൂടിയാണ് വീരവിനായക ദാമോദര സവർക്കർ. കുടുംബവാഴ്ചക്കാരും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ടും വീര സവർക്കറെ വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുമ്പോൾ സവർക്കറുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തുക വഴി ത്യാഗോജ്വലമായ ജീവിതത്തിലേക്ക് രാഷ്ട്രത്തെ കൈപിടിച്ച് നടത്തുകയാണ് HRDS ഇന്ത്യ. ജനം, ഡൽഹി. വിനായക് ദാമോദർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള പുരസ്കാര ചടങ്ങ് രാജ്യതലസ്ഥാനത്ത് നടക്കാൻ പോകുകയാണ്. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് VD സവർക്കർ എന്ന് പറയുന്നത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ജ്വാലയിലേക്ക് ചെറുപ്പക്കാർക്ക് എടുത്തു ചാടാൻ എല്ലാ അർത്ഥത്തിലും
വലിയ തോതിൽ പ്രചോദനം നൽകിയ വ്യക്തിത്വത്തിൻ്റെ പേരാണ് VD സവർക്കർ എന്നത്. മാത്രമല്ല അദ്ദേഹമാണ് ഹിന്ദുത്വം എങ്ങനെയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയതയാകുക എന്നതിനെപ്പറ്റി കൃത്യമായി ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ VD സവർക്കറെ കുറ്റം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഭാരത ചരിത്രത്തിലെ 6 സുവർണ അധ്യായങ്ങൾ. അതായത് ഈ രാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികളെ എങ്ങനെയാണ് നമ്മുടെ ഹൈന്ദവ രാജാക്കന്മാർ പ്രതിരോധിച്ചതെന്നും ഏതൊക്കെ രീതിയിലാണ് ഈ മഹത്തരമായ രാഷ്ട്രത്തെ ഇസ്ലാമിക ശക്തികൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതെന്നും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വാലയിലേക്ക് ചെറുപ്പക്കാർക്ക് എടുത്തുചാടാൻ ഈ രാജ്യത്ത് കടന്നുപോയ മഹാരഥന്മാർ എങ്ങനെ പ്രചോദനം നൽകി എന്നതെല്ലാം VD സവർക്കർ ഈ പുസ്തകത്തിലൂടെ രചിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമാണല്ലോ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. എന്തായാലും VD സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള പുരസ്കാരങ്ങൾ രാജ്യതലസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് തീർച്ചയായും വരും തലമുറയ്ക്ക് ആരായിരുന്നു സവർക്കർ എന്നത് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.